ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് റെസിപ്പിയുമായിട്ടാണ്. ഓവനോ ഹാൻഡ് മിക്സറോ ബേക്കിംഗ് ടിന്നോ ഒന്നും ഇല്ലാത്തവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. ബേക്കിങ്ങിന് അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് ഇതുപോലെ മെഷറിംഗ് കപ്പും മെഷറിംഗ് സ്പൂൺസും. മെഷർമെൻറ്റ് കറക്റ്റായ മാത്രമേ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു കപ്പ് എന്ന് പറയുന്നത്. ഒരു കപ്പ് 250 ml ആണ്. പിന്നെ ഇത് ടേബിൾ സ്പൂണും ടീസ്പൂണും ആണ്. ടേബിൾ സ്പൂൺ 15 ml ടീസ്പൂൺ 5 ml ആണ്. ഇനി ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ അളവെടുക്കാം. ഈ ഒരു ഗ്ലാസും ഈ കപ്പും സെയിം അളവാണ്. പിന്നെ മെഷറിംഗ് സ്പൂൺ ഇല്ലാത്തവർക്ക് ഇതുപോലത്തെ സ്പൂൺസ് ഉപയോഗിക്കാം. ഇത് ടേബിൾ സ്പൂൺ ടീസ്പൂണുമാണ്. ഇതും മെഷറിംഗ് സ്പൂണും സെയിം അളവ് തന്നെയാണ്. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഫ്ലോർ മെഷർ ചെയ്തെടുക്കണം. അതിന് വേണ്ടി കപ്പിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇതുപോലെ സ്പൂൺ വെച്ച് കോരിയിട്ട് വേണം എടുക്കാനായിട്ട്. ഡയറക്റ്റ് കപ്പ് കൊണ്ട് കോരി എടുക്കരുത്, അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടില്ല. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് ഇതുപോലെ ഒന്ന് വടിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് ഒരു കപ്പ് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടി ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്. ഇത് നമുക്ക് 1 ടീസ്പൂൺ ലെവൽ ചെയ്ത് തന്നെ എടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും എടുത്തിട്ടുണ്ട്. നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പഴയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കുക്കർ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രവും ഒക്കെ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഉപ്പ് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇത് ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള ഉപ്പാണ്, അതാണ് ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുള്ളത്. ഇനി ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് അടച്ച് വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് 5 മിനിറ്റ് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് പ്രീഹീറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് ടിൻ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി ഞാൻ ഇതുപോലുള്ള സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കണം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഓയിൽ തടവി കൊടുക്കണം. അപ്പോൾ ഓയിൽ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കണം. ഇനി ഇതുപോലെ ഒന്നങ്ങ് തട്ടിയെടുക്കാം. മൈദ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഇതുപോലെ തട്ടിയെടുക്കണം. ഇതിൽ ബാക്കി വരുന്ന മൈദ കളഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് ടിൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിന് വേണ്ടി 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി 2 മുട്ടയും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് വേണ്ടത്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. വലിയ തരിയുള്ള പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഞാനിത് പൊടിക്കാതെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് 1-2 മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയുന്നത് വരെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. മുട്ടയൊക്കെ നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സ്മെല്ലില്ലാത്ത ഏത് ഓയിലും ഇതിന് വേണ്ടി യൂസ് ചെയ്യാം. ഇനി ഇത് ഒന്നുകൂടെ അടിച്ചെടുത്തിട്ട് വരാം. ഇതൊന്നങ്ങ് മിക്സായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള 1 കപ്പ്
മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർക്കാം. ഇനി ഇതൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ അടിച്ചെടുത്തിട്ട് വരാം. ഇതൊന്നങ്ങ് മിക്സായി കിട്ടിയാൽ മാത്രം മതി. കൂടുതൽ സമയം മിക്സി ഓൺ ചെയ്ത് വെക്കരുത്. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സായിട്ട് വരണം. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. കേക്ക് ബാറ്റർ കേക്ക് ടിന്നിൻ്റെ പകുതി ഭാഗം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇപ്പോൾ ബാറ്റർ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നങ്ങ് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. പ്രീ ഹീറ്റ് ആവാൻ വെച്ചിട്ടുള്ള പാത്രത്തിനുള്ളിലേക്ക് നമുക്ക് ഈ കേക്ക് ബാറ്റർ ഇറക്കി വെക്കാം. ഈ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി ഇത് അടച്ച് വെച്ച് വെരി ലോ ഫ്ലെയിമിലിട്ട് 40 മുതൽ 45 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ബേക്കായിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് ബേക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു കത്തിയോ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് സെൻറ്ററിലൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഇത് ക്ലീനായി വന്ന കേക്ക് ബേക്കായിട്ടുണ്ട്. ഇനി മാവ് ഇതിൽ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഒന്നുകൂടെ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് കേക്ക് ടിൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഇത് തണുക്കാനായിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം മാത്രമേ ടിന്നിൽ നിന്നും പുറത്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിൽ നിന്നും മാറ്റാം. കേക്കിൻ്റെ സൈഡ് ഭാഗമൊക്കെ കത്തി വെച്ച് ഇതുപോലെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് അടി പിടിച്ചിട്ടൊന്നുമില്ല, പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുള്ളത്. ഈ കാണുന്നത് അടി പിടിച്ചതല്ല കേട്ടോ. ഇത് നമ്മൾ കേക്ക് ബിൻ റെഡിയാക്കി എടുക്കുമ്പോൾ മൈദ എടുത്ത് തട്ടിയെടുത്തിട്ടുള്ളതാണ്. ഇനി കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് മുറിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഓവനോ ഹാൻഡ് മിക്സറോ ബേക്കിംഗ് ടിന്നോ ഒന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നമുക്ക് ഐസിംഗ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്കാണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോസിനായി ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. താങ്ക് യു.